ഞാൻ മഹിയെ ഒന്ന് വിളിക്കട്ടെ. ഞാനും പേടിച്ചമ്മേ, ഇവരുടെയൊക്കെ ഇടയില് അമ്മയെ തനിച്ചാക്കി പോകേണ്ടി വരുമെന്ന് ഞാനും പേടിച്ചു. പക്ഷെ മഹിസാറ് നിങ്ങളെ വിട്ടു പോവാൻ എന്നെ അനുവദിച്ചില്ലല്ലോ. ആളൊരു പാവമാ, സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു പാവം. വിവാഹത്തിന് മുമ്പുള്ള എന്റെ ജീവിതത്തിൽ നീ എന്നും എനിക്കൊരു തടസ്സമായിരുന്നു ചിന്നു. ഇനി ഇവിടെയും നീ ഒരു തടസ്സമായിട്ട് നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. രമാദേവി ഒരിക്കലും നിന്നെ അവരുടെ മരുമകളായി അംഗീകരിക്കില്ല. നീ എന്നും ഒരു അടുക്കളക്കാരിയായി ജീവിച്ച് അടുക്കളക്കാരിയായിട്ട് തന്നെ മരിക്കണം. എന്തോ വലിയ ആലോചനയിലാന്ന് തോന്നുന്നു. എന്ത് പറ്റി? ഒന്നുമില്ല സാർ, ഓരോന്ന് ആലോചിച്ചിങ്ങനെ. ഇങ്ങനെ ടെൻഷനാവും മാത്രം ഇവിടെ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായേ? മഹിയുടെ കാര്യത്തില് അമ്മ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലേ? നമ്മുടെ കാര്യത്തിലും അമ്മ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു. എത്രയും വേഗം നിന്നെ അംഗീകരിക്കുന്ന ചടങ്ങ് നടക്കും. അതോടെ നീ ആഗ്രഹിക്കുന്ന അംഗീകാരവും നിനക്ക് കിട്ടും. പിന്നെ എന്ത് പ്രശ്നമുള്ളത്? പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ സാർ. എന്നെ പോലൊരു പാവം കുട്ടിയല്ല ദക്ഷ. സംസ്ഥാനത്തെ ഏറ്റവും പവർഫുള്ളായ മിനിസ്റ്ററുടെ മകളാ അവള്. ഇട്ടുമൂടാനുള്ള സ്വത്തും കുടുംബ മഹിമയും ഉള്ളവള്. അവൾ ഈ വീട്ടിൽ മരുമകളായി വന്നു കഴിഞ്ഞാ പിന്നെ അമ്മയുടെ മനസ്സിൽ എന്റെ സ്ഥാനം എന്താണെന്ന് സാറിന് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അതിനല്ലേ നമ്മുടെ ഫംഗ്ഷൻ. അതിങ്ങനെ നീണ്ടു പോവുമല്ലേ സാർ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചാണെന്ന് അമ്മ പറഞ്ഞു. അതേ അമ്മയാണ് ദക്ഷയും മഹിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്താൻ പോകുന്നത്. എന്താണ് സാർ ഇതിന്റെയൊക്കെ അർത്ഥം? സാറിന് എന്തെങ്കിലും പിടികിട്ടിയോ? ഐശ്വര്യ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഈ വീട്ടിൽ മരുമകൾ എന്ന അധികാരം കിട്ടുന്നതിന് മുന്നേ തന്നെ ദക്ഷയ്ക്ക് ഈ വീട്ടിൽ മരുമകൾ സ്ഥാനം കിട്ടും. പിന്നെ അവൾ എന്നെ പോലെയല്ല, നല്ല സാമർത്ഥ്യം അതിബുദ്ധിയുള്ളവളാ. അതിന് ദക്ഷ ഈ വീട്ടിൽ മരുമകളായി കഴിഞ്ഞാൽ പിന്നെ ശിഷ്ടകാലം മുഴുവൻ എന്റെ ധർമ്മ കല്യാണത്തിന്റെ അപമാനവും സഹിച്ച് ഒരു വളർത്തു മൃഗം പോലെ ഞാൻ ഇവിടെ ജീവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ സാറിന് മനസ്സിലായോ? അമ്മ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റം ഉണ്ടാവില്ലെന്ന് നിനക്കറിയില്ലേ? അമ്മയുടെ തീരുമാനങ്ങളെ ഞാൻ എങ്ങനെ എതിർക്കുന്നേ? നമുക്ക് അവകാശപ്പെട്ടതെല്ലാം സാർ ഇപ്പൊ തന്നെ ചോദിച്ചു വാങ്ങിക്കണം. അതിനുവേണ്ട നീക്കങ്ങള് ഉടനെ തന്നെ തുടങ്ങണം. അല്ലെങ്കിൽ വൈകാതെ ഈ സ്വത്തുക്കളെല്ലാം ദക്ഷയുടെ നിയന്ത്രണത്തിലാവും. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല.